ഹലോ വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഒരുപാട് നാളിന് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാനും കെനത്തും അലീനയും ഒരുമിച്ച് ഒരു ഡിന്നറിന് പോവാം. കുറച്ച് നാളായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നെങ്കിലും ഇന്നാണ് എല്ലാവർക്കും ഒരുമിച്ചൊരു സമയം ഒത്തു വന്നത്. I'm so tired for the video today. Oh no. Hi. Where are you? Okay, nice. This cam. They're fighting. Where is the restaurant? You can fight, yeah. I need more views. You can fight. Yeah. അങ്ങനെ അവിടെ കറങ്ങി നടന്ന് കുറച്ച് നേരം കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡെൻട്രൻ മാളിലെ ഫുജിയാമ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ റോബോട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിരുന്നു. അതുകൊണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ഡിസൈഡ് ചെയ്തേ. ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആയിരിക്കും. എങ്ങനെ ചൂസ് ചെയ്താലും കറങ്ങി തിരിഞ്ഞ അവസാനം ഏതെങ്കിലും ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെടുക. ഇന്ന് ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് തെപ്പൻ ചിക്കൻ തെരിയാക്കി എനിക്കും അലീനയ്ക്ക് ഡക്ക് തെരിയാക്കിയും അതുപോലെ കെനത്തിന് മിക്സഡ് സീ ഫുഡ് ന്യൂഡിൽസും ആയിരുന്നു. പണ്ടൊക്കെ ഞാൻ എവിടെ പോയാലും അറബിക് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇത് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന ശേഷം മാത്രമാണ് എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യാനുള്ള മനസ്സ് വന്നത്. ഇവിടെ വന്ന ശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഹോബി അല്ലെങ്കിൽ ഒരു ഹാബിറ്റാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഓരോ ഫുഡും എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ട്രൈ ചെയ്താൽ മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നുള്ളൂ ഓരോന്നിൻ്റെയും രുചി എന്താണെന്നുള്ളത്. ഈ ഫുഡ് കൊണ്ടുവെക്കുമ്പോഴും ഒരു ടെംപ്റ്റിംഗ് ആയിട്ടൊരു സൗണ്ട് ഉണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ കൊതി വരും. ഈ ഒരു ഡിഷിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആയിരുന്നു. അതായത് എരി എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ഇതിൽ ആഡ് ആയിട്ടേ ഇല്ല. ഇതിൽ വരുന്നത് ഗ്രിൽഡ് ചിക്കൻ്റെ പീസും ബോയിൽഡ് വെജിറ്റബിൾസും പിന്നെ സ്വീറ്റ് തെരിയാക്കി സോസും ആയിരുന്നു. ഹണി ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. കുറച്ചും കൂടെ എരിയൊക്കെ പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡിഷ് ആപ്റ്റായിട്ടുള്ളൊരു ചോയ്സ് അല്ല. പക്ഷേ നമുക്ക് ഈ ഫ്ലേവർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പല രാജ്യത്തു നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊരു സ്പോട്ടായത്. കാരണം നല്ല ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റിന്. അലീനി ഹോളിഡേക്ക് അവളുടെ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കെനത്ത് ഞങ്ങളെ അവരവരുടെ വീട്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.